വോട്ട് ചെയ്തിട്ട് വല്ല പ്രയോജനവുമുണ്ടോ? അതൊക്കെ രാഷ്ട്രീയമല്ലേ. നേതാക്കന്മാർക്ക് കൊള്ളാം, ഞാൻ എന്തിനാ അതിലൊക്കെ ഇടപെടുന്നത്? നമ്മുടെ നാട്ടിൽ ഇന്ന് പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ വർദ്ധിച്ചു വരുന്ന ഒരു ചിന്താഗതിയാണിത്. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാതെ ഇരുന്നാൽ എന്തോ മാസാണെന്നൊക്കെയുള്ള ഒരു ധാരണ. സത്യത്തിൽ ആ ചിന്ത ഒരു നല്ല കാര്യമാണോ? താൻ ജീവിക്കുന്ന നാടിനെപ്പറ്റി യാതൊരു ബോധവും ഉത്തരവാദിത്വവും ഇല്ലാത്ത വിഡ്ഢിയുടെ ഒരു ചിന്താഗതിയാണിത്. നമുക്ക് സകല സൗകര്യവും സ്വാതന്ത്ര്യവും ഒക്കെ വേണം. അതിൽ ചെറിയൊരു പോരായ്മ വന്നാൽ പോലും അധികാരികളെ ചീത്ത പറയും, വിമർശിക്കും. ഇവനെയൊക്കെ എന്തിനു കൊള്ളാമെന്ന് പറയും. എന്നിട്ട് അതേ സമയം പറയുന്നു നമുക്ക് രാഷ്ട്രീയമില്ല എന്ന്. രാഷ്ട്രീയമില്ലാത്തത് കൊണ്ട് വോട്ടും ചെയ്യില്ല. ആര് ജയിച്ചാൽ നമുക്കെന്താ? ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ ജോലി, എൻ്റെ സന്തോഷം, എൻ്റെ സമാധാനം. ഇലക്ഷൻ ദിവസം അവധിയായതുകൊണ്ട് ഞാൻ പുറത്തുപോയി എൻജോയ് ചെയ്യും. ഞാനും എൻ്റെ കുടുംബവും നന്നായിരിക്കുമ്പോൾ രാജ്യത്ത് മറ്റൊരു സ്ഥലത്ത് എന്ത് നടന്നാൽ എനിക്കെന്താ? വോട്ട് ചെയ്യേണ്ടവർ ചെയ്യും, എനിക്കതിൻ്റെ ആവശ്യമില്ല. ആര് ജയിച്ചാലും എനിക്ക് ഉപയോഗമൊന്നുമില്ലല്ലോ. കേവലം രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ദിവസം മാത്രമല്ല ഇലക്ഷൻ, മറിച്ച് ജനങ്ങളോടും രാജ്യത്തോടുമുള്ള ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്വമാണ് ഇലക്ഷൻ അല്ലെങ്കിൽ വോട്ട് എന്നത്. രാഷ്ട്രീയ പാർട്ടികൾ ചെല്ലും ചെലവും കൊടുത്ത് കൂടെ നിർത്തുന്നവർ മാത്രം വോട്ട് ചെയ്യുന്ന ഒരു കാലം വന്നേക്കാം. അന്ന് വോട്ട് വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ളവർ അധികാരത്തിൽ വന്നേക്കാം. അധികാരം കയ്യിൽ വന്നാൽ പിന്നെ ഈ നാട്ടിൽ ജനങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് അവർ തീരുമാനിക്കും. ഞാൻ ജോലി ചെയ്താൽ എനിക്ക് ജീവിക്കാം എന്ന് പറയുന്നവർ ആ സമയത്ത് എത്ര ജോലി ചെയ്തിട്ടും ജീവിക്കാൻ കഴിയുന്നില്ല എന്ന് പറയേണ്ടി വരും. ഡെമോക്രസി എന്നതിനെ മലയാളത്തിൽ ജനാധിപത്യം എന്നും തമിഴിൽ ജനനായകം എന്നുമാണ് പറയുന്നത്. ഇതിനർത്ഥം ജനങ്ങളാണ് നേതാക്കന്മാർ എന്നാണ്. തങ്ങളാണ് ഈ നാട്ടിലെ നേതാക്കന്മാർ എന്ന് ഇപ്പോഴും ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. നാം ഇപ്പോഴും ഒരു രാജാധികാര മനസ്ഥിതിയിലാണ്. നമ്മൾ വിചാരിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാർ എന്തോ വലിയ സംഭവമാണെന്നൊക്കെയാണ്. അപ്പോൾ ഇത് വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ്, അറിവില്ലായ്മയാണ്, രാഷ്ട്രബോധം ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. നമ്മളാണ് ഈ രാജ്യത്തെ നിർമ്മിക്കുന്നത് എന്ന ബോധമില്ല. ആരെങ്കിലും ഇതൊക്കെ അങ്ങ് നടത്തിക്കോളും, നമ്മളതൊക്കെ കണ്ടാൽ മതി. ഇത് ഒരു തരത്തിൽ നോക്കിയാൽ ബ്രിട്ടീഷ് ഹാങ് ഓവർ ജനങ്ങൾക്ക് മാറിയിട്ടില്ലേ എന്ന് സംശയം തോന്നും. ആരെങ്കിലും ഇതൊക്കെ നടത്തിക്കോളും എന്നല്ലാതെ ഇതൊക്കെ നമുക്ക് കൂടി വേണ്ടിയാണ് എന്ന് ചിന്തിക്കുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിലുള്ള എല്ലാ പേർക്കും സൗജന്യ വിസ നൽകാമെന്ന് പറഞ്ഞു എന്ന് കരുതുക. ഉറപ്പായിട്ടും 60% വരുന്ന ജനങ്ങളും ഈ ഓഫർ സ്വീകരിച്ചുകൊണ്ട് അമേരിക്കയ്ക്ക് പറക്കാൻ ശ്രമിക്കും. അതിന് കാരണം നമ്മുടെ രാജ്യത്തേക്കാൾ മികച്ച ജീവിത നിലവാരം അമേരിക്കയിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ്. അതായത് നമ്മുടെ രാജ്യത്ത് ധാരാളം കുറവുകളുണ്ട്, അല്ലെങ്കിൽ രാജ്യം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നു എന്ന തിരിച്ചറിവുണ്ട്. ആ തിരിച്ചറിവുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ രാജ്യത്തിൻ്റെ മേന്മയ്ക്ക് വേണ്ടി ഒരു വോട്ട് ചെയ്യുക എന്നതാണ്. അല്ലാതെ മറ്റുള്ളവർ കെട്ടിപ്പടുത്ത രാജ്യങ്ങളിൽ പോയി രക്ഷപ്പെടാമെന്ന സ്വാർത്ഥ ചിന്താഗതിയല്ല വേണ്ടത്. വോട്ട് ചെയ്യാതിരിക്കാൻ പറയുന്ന മറ്റൊരു കാരണം നോക്കാം. എല്ലാ പാർട്ടിക്കാരും കള്ളന്മാരാണ്, അതുകൊണ്ട് ഞാൻ ആർക്കും വോട്ട് ചെയ്യുന്നില്ല. നോക്കൂ, ഈ ചിന്തയിൽ നിന്നല്ല ഒരു രാജ്യത്തെ കെട്ടിപ്പടുക്കുന്നത്. ഉള്ളതിൽ വെച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നവർ ആരോ ആയിക്കോട്ടെ, അല്പം മെച്ചപ്പെട്ടവരെ തിരഞ്ഞെടുക്കുക. ദീർഘകാലത്തേക്ക് നമ്മുടെ നാടിനെ മുമ്പോട്ട് നയിക്കാൻ കഴിയുന്ന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ആരാണെന്ന് മനസ്സിലാക്കി വോട്ട് ചെയ്യുക എന്നത് ഒരു ചെറിയ കാര്യമല്ല. അല്ലാതെ എല്ലാവരും കള്ളന്മാരാണെന്ന് കരുതി മാറി നിൽക്കുന്നത് എങ്ങനെ ശരിയാവും? അങ്ങനെയാണെങ്കിൽ കള്ളന്മാരുടെ കയ്യിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാൻ ശ്രമിക്കാത്തവരും ഒരു തരത്തിൽ കള്ളന്മാർ തന്നെയല്ലേ? ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം മനസ്സിലാക്കാത്തതിൻ്റെ ഭാഗമായാണ് ഈ ഒളിച്ചോട്ടം. ഏതൊരു പൗരനും തൻ്റെ ജീവിതത്തിൽ കുറച്ചു ഭാഗം രാജ്യത്തിനും രാജ്യത്തിലെ ജനങ്ങൾക്കും വേണ്ടി മാറ്റിവെക്കാൻ തയ്യാറായാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലൊരു പുരോഗതി ഉണ്ടാവുകയുള്ളൂ.